മനുഷ്യർക്കു മാത്രമല്ല, മനുഷ്യരൂപം സ്വീകരിച്ച ദേവതകൾക്കു കൂടി നവഗ്രഹ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഇത് സമർത്ഥിക്കാനായി നവഗ്രഹ ദോഷങ്ങളിലെ ഏറ്റവും ദോഷകരമെന്ന് കരുതുന്ന ഏഴര ശനി അല്പമായിട്ടെങ്കിലും സാക്ഷാൽ പരമേശ്വരനു കൂടി അനുഭവിക്കേണ്ടി വന്നു എന്ന് വിവരിക്കുന്ന ഒരു പുരാണ കഥ ഞാൻ പറയാം. ജ്യോതിഷ പിതാവായ സുബ്രഹ്മണ്യൻ അച്ഛനെ ഗണിച്ചറിയിച്ചു. അതായത് സുബ്രഹ്മണ്യ സ്വാമി പരമശിവനെ അറിയിച്ചു, അച്ഛന് ഏഴര ശനി പിറക്കാറായല്ലോ, ക്ലേശ നരക ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഉറപ്പാണ് എന്ന് സുബ്രഹ്മണ്യസ്വാമി അച്ഛനായ ശിവനോട് പറഞ്ഞു. ഗ്രഹദോഷങ്ങൾ പിറവിയെടുത്തവർക്കാണ് ബാധകമെന്നും സ്വയംഭൂവായതിനാൽ ഗ്രഹദോഷ ക്ലേശങ്ങൾ ഇല്ലെന്നും പരമശിവൻ മകനോട് സമർത്ഥിച്ചു. സ്വയംഭൂവായാലും പരമശിവൻ മനുഷ്യരൂപം കൈക്കൊണ്ടിട്ടുള്ളതിനാലും സന്തതികളെ സൃഷ്ടിച്ചതിനാലും പിറവിയെടുത്തവരനുഭവിക്കുന്ന അതേ ഗ്രഹദോഷങ്ങളെല്ലാം പരമശിവനും ബാധകമാണെന്ന് സുബ്രഹ്മണ്യസ്വാമി ഉറപ്പിച്ചു പറഞ്ഞു. ലോകനായകൻ എന്നതടക്കം പല പെരുമകൾ മൂലം 7.5 കൊല്ലം എന്നത് ഒടുക്കം 7.5 നാഴികയെങ്കിലും പരമശിവൻ ഏഴര ശനി അനുഭവിക്കേണ്ടി വരുമെന്ന് സുബ്രഹ്മണ്യസ്വാമി അച്ഛനോട് തറപ്പിച്ചു പറഞ്ഞു. ജ്യോതിഷ ഉപജ്ഞാതാവായ സുബ്രഹ്മണ്യന്റെ പിതാവായതുമൂലം 3.25 നാഴികയെങ്കിലും പരമശിവൻ ഏഴര ശനി അനുഭവിക്കാതെ തരമില്ല. പ്രസ്തുത ശനിദോഷ സമയം അടുത്തപ്പോൾ പരമശിവൻ തവളയായി ക്ഷേത്രമതിലിന്റെ ഓവിലൊളിച്ചു. തൽക്ഷണം തുള്ളിക്കൊരുകുടം പേമാരി തുടങ്ങി. മതിൽക്കെട്ടിനകത്ത് വെള്ളം പൊങ്ങി. അടഞ്ഞുകിടന്ന ഓവിന് ഇരുപുറത്തും ഭക്തർ വടികൊണ്ട് കുത്തി തടസ്സം നീക്കാൻ ശ്രമിച്ചതോടെ പരമശിവൻ ഏഴര ശനിയുടെ ക്ലേശകരമായ നരകദുഃഖം കൃത്യമായി അനുഭവിച്ചു. 3.25 നാഴിക എത്തിയതും താൻ പരമശിവനാണല്ലോ എന്നോർത്ത് പരമശിവൻ തവളയുടെ രൂപം ഉപേക്ഷിച്ചു. എന്നാൽ കൃത്യം 3.25 നാഴിക ഏഴര ശനിദോഷം പരമശിവന് കൃത്യമായി അനുഭവിക്കേണ്ടിയും വന്നു. ഇതാണ് പരമശിവനെ പോലും ഏഴര ശനി ബാധിച്ച കഥ. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പൂർണ്ണമായും ഗ്രഹദോഷങ്ങൾ ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. അതിൻ്റെ ദോഷവശങ്ങളും ആഘാതങ്ങളും പരമാവധി കുറയ്ക്കാനേ കഴിയൂ. കാളകൂടവിഷം ലോകത്തെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ലോകത്തെ രക്ഷിക്കാനായി ശിവഭഗവാൻ അത് സ്വയം പാനം ചെയ്ത കഥയുണ്ടല്ലോ. അതുപോലെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശനിദോഷങ്ങൾ സ്വയം സ്വീകരിച്ചുകൊണ്ട് പരമാവധി നിർവീര്യമാക്കാൻ ഭഗവാന്റെ യോഗസിദ്ധികൾക്ക് മാത്രമേ കഴിയൂ. ശിവനെയും ശാസ്താവിനെയും ഹനുമാനെയും ഭജിക്കുന്നതുകൊണ്ട് ശനിദോഷങ്ങൾ പരമാവധി കുറയ്ക്കാമെന്നാണ് ജ്ഞാനികൾ പറയുന്നത്. ഓം നമഃ ശിവായ.